കൃഷ്ണപുരം തേവലപ്പുറം ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെയും സ്കൂൾ എസ്.എം.സിയുടെയും നേതൃത്വത്തിൽ ഡെന്റൽ അവയർനെസ് ക്ലാസ് നടന്നു. ഡോക്ടർ രാഖി രാജേഷ്, ഡോക്ടർ വീണ പോറ്റി എന്നിവർ ക്ലാസ് നയിച്ചു. കൃഷ്ണപുരം തേവലപ്പുറം ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെയും സ്കൂൾ എസ്.എം.സിയുടെയും നേതൃത്വത്തിൽ ഡെന്റൽ അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചു. ഡോക്ടർ രാഖി രാജേഷ്, ഡോക്ടർ വീണ പോറ്റി എന്നിവർ ക്ലാസുകൾ നയിച്ചു. നമ്മൾ കഴിക്കുന്ന ഫുഡ് വായിൽ കൂടെ നമ്മൾ ചവച്ചരിച്ച് അകത്ത് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ നടന്ന് പുറത്ത് പോകുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടോ? ദഹന പ്രക്രിയ. അപ്പൊ നമ്മൾ ഒരു ആഹാരം എന്തെങ്കിലും ഒരു ആഹാരം നമ്മൾ കഴിക്കുമ്പോൾ ആദ്യം നമ്മുടെ വാ വഴിയാണ് ഇത് അകത്തോട്ട് പോകുന്നത്. അപ്പൊ എന്ത് ആഹാരമാണെങ്കിലും അത് ചവച്ചരച്ച് വേണം എപ്പോഴും കഴിക്കാൻ. ചവച്ചരക്കണമെങ്കിൽ എന്ത് വേണം? അപ്പൊ നമുക്ക് എല്ലാവർക്കും 2 സെറ്റ് പല്ല് അറിയാവോ നിങ്ങൾക്ക്? 2 സെറ്റ് പല്ല് വരും. ഏതൊക്കെയാണ്? മനസ്സിലായില്ല? അതൊന്നും അല്ല. ഞാനൊരു രഹസ്യം പറഞ്ഞുതരാം. ഈ വായിൽ അണുക്കൾ ഉണ്ടാകുന്നത് നമ്മുടെ തുപ്പലിൽ അണുക്കളുണ്ട്. ആ അണുക്കളാണ് നമ്മുടെ വായിലിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ രാവിലെ പല്ല് തേക്കുന്നതിലും ഏറ്റവും പ്രാധാന്യം രാത്രി പല്ല് തേക്കുന്നത് എന്നും പറഞ്ഞ് ഇന്ന് വീട്ടിൽ ചെന്ന് കളയരുത്. ഒരു ഡോക്ടർ ആന്റി വന്നിരുന്നു, ഡോക്ടർ പറഞ്ഞിട്ട് രാവിലെ പല്ല് തേക്കുക. ഇതാണോ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യരുത്. കുഴിക്കുന്ന വായിൽ വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് പല്ല് കഴിക്കുക. പല്ല് മീൻ കഴിക്കുമ്പോ എന്തോ മീൻ്റെ മുള്ളിലെടുത്ത് മാറ്റി വെച്ചിട്ടല്ലേ കഴിക്കുന്നേ? മാംസം മാത്രം, മാംസത്തിലല്ല കാൽസ്യം, എല്ലിലാണ് കാൽസ്യം. അപ്പൊ അതുകൊണ്ട് ചെറിയ എന്താ ഇതിന്റെ കാര്യം മനസ്സിലായോ? അല്ലാതെ നമുക്ക് വായില് അസുഖങ്ങൾ ഉണ്ടായാൽ നമുക്ക് വേറെ അസുഖങ്ങളും ഉണ്ടാകും. വേറെ പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാകും. അപ്പൊ അത് ഉണ്ടാകാതിരിക്കാനാണ് ഏറ്റവും അത്യാവശ്യമാണ് നിങ്ങൾക്ക് വായിൽ ശുചിത്വം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ള അസുഖങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കൂ. ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ പ്രമേഹ രോഗികള്, അല്ലെങ്കിൽ പ്രഷർ ഉള്ളവര്, ഹൃദ്രോഗികള്, ഉദരരോഗങ്ങള്, ഇവർക്കൊക്കെ ആദ്യം തന്നെ ഇവർക്ക് മോണരോഗങ്ങള് ഉണ്ടായിരുന്നു. മോണരോഗങ്ങളോ ദന്തക്ഷയോ ഉള്ളവർക്ക് തിരിച്ചും പറയാം, ഈ രോഗങ്ങള് വായിലെ അസുഖങ്ങൾ ഉള്ളവർക്ക് ഹൃദ്രോഗങ്ങൾ വരാനും ഡയബറ്റീസോ ബി.പി ഒക്കെ വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. എസ്.എം.സി ചെയർപേഴ്സൺ സോണി വി.എസ്, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ, ഷീന, ഡാനിയൽ മാത്യു, ഹന്നത്ത്, മഞ്ജു, മാതൃസമിതി അംഗങ്ങളായ സൗമ്യ, ശരത്ത് എന്നിവർ നേതൃത്വം നൽകി. സി.ഡി നെറ്റ് ന്യൂസ്, കായംകുളം.